കയറി വരുന്ന കതകിന്റെ സ്ഥാനം തന്നെ ശരിയല്ല. കിഴക്കാണ് ദർശനം വരേണ്ടത്, പടിഞ്ഞാറ് കൊണ്ട് വെച്ചേക്കുക. വാസ്തു കോമഡി മാസ്റ്റേഴ്സ്. വെറുതെ അല്ല ചിരി കയറാത്ത. ഇവിടെയുള്ള ആൾക്കാർ മരണച്ചിരി ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് കയറുന്നില്ല അങ്ങനെ എത്രയായിട്ട്. ഇതിന്റെ നടയൊന്ന് നോക്കട്ടെ. നടയാണ് ആദ്യം. നട ഇവിടെയാ. നട ഇവിടെയാണ്. അല്ലേ ഇത് ദോഷമുണ്ട്, അപ്പൊ എന്നോട് നോക്കണം എന്ന് പറഞ്ഞു. വാസ്തു വിദഗ്ധനല്ലേ? ഏതാ വാസ്തു വിദഗ്ധനാണ്. വാസ്തു വിദഗ്ധൻ. എന്റെ പേര് സായുജ്യൻ. നല്ല പേരാട്ടോ. അതെ, ഞാൻ ഇച്ചിരി ഫേമസ് ആണ്, വേൾഡിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അറിയുന്ന വാസ്തുശാസ്ത്രനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ഒന്ന് നോക്കാം. നമ്മുടെ വീടിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും സ്റ്റെപ്പ് നോക്കുമ്പോ വരവ് ചെലവ് അങ്ങനെയാ നോക്കുന്നത്. പക്ഷെ ഇത് ഒരു തമാശ പരിപാടിയുടെ ഫ്ലോർ ആയതുകൊണ്ട് അത് ചെലവ് വരവ് നോക്കി ചെലവ് വരവ് നോക്കിയാൽ കിട്ടില്ല. വരവ് ചെലവെന്ന് പറഞ്ഞാലേ പോയി പറ്റുള്ളൂ. ഇവിടെ തമാശ പരിപാടിയുടെ ആയതുകൊണ്ട് ചിരി ചളി ഉണ്ടോ, ചളിയിലാ കിടക്കുന്നത്. മാറ്റണം, ഇത് മാറ്റണം. സ്റ്റെപ്പ് പൊളിക്കേണ്ടി വരും. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതിലെ ആർട്ടിസ്റ്റുകളൊന്നും അല്ല. ഇവിടെ കുറെ ആൾക്കാർ ചിരിയുടെ മേളിക്കൊണ്ട് ചളി കൊണ്ട് ഇറക്കുന്നുണ്ട്. അതിലെ മെയിൻ താരമാണ് കണ്ണൻ സാഗർ. പിന്നെ ഉല്ലാസ് അവിടെ ഇട്ടിട്ട് പോകുന്നു. പക്ഷെ അവര് തന്നെ മാന്തി എടുത്തോണ്ട് പോണം, എങ്കിലും ഈ സാധനം സെറ്റ് ആവുള്ളൂ. മനസ്സിലായി? നിങ്ങൾ രണ്ടായാലും ഇപ്പൊ നിൽക്കുന്ന സ്ഥാനം അത്ര ശരിയല്ല. നിങ്ങൾക്ക് വേണ്ട ലൈറ്റ് കിട്ടിക്കൊള്ളണം നിർബന്ധമില്ല. അവിടെ പോയി നിന്നാല് നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന്റെ സ്ഥാനം അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ആ നടുക്ക് അവിടെ ഒരു വൈറ്റ് മാർക്ക് ഉണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നിന്നാലേ കാര്യം പറഞ്ഞോളൂ. എന്നിട്ട് കാര്യം പറഞ്ഞാൽ കിട്ടും. ഇത് മതിയോ ആ സ്ഥാനം? ഇനിയിപ്പോ ഇവിടെ ചെയ്യേണ്ട വേറൊന്നുമല്ല. ഇത് മൊത്തം കുറച്ച് പൊളിച്ച് മാറ്റണമെങ്കിൽ ഈ LED വാൾ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കും. ആ സാധനം പാടെ അങ്ങ് പൊളിച്ചു മാറ്റണം. എന്നിട്ട് നമ്മുടെ അപ്പുറം ഇപ്പുറം 2 കാലടിച്ച് പഴയ നമ്മുടെ 16mm സ്ക്രീനില്ലേ, തുണി കൊണ്ടുള്ളത്, അത് അപ്പുറം വലിച്ചു കിട്ടിയിട്ട് പ്രൊജക്ടർ വെച്ചിട്ട് സംഭവം പ്രദർശിപ്പിക്കും. ഇതിപ്പം ശരിക്കും തെക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അത് പറ്റത്തില്ല. സാറിന് ഏതാണ്ടൊക്കെ കുറച്ച് ദർശന കാര്യങ്ങൾ അറിയാലോ. ഞാൻ കുറച്ച് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അല്ല, അതാ പറഞ്ഞ എനിക്ക് ഒരു പരിപാടിയിൽ കോമഡി കേറുന്നില്ലെങ്കിൽ അതിനെന്താ പറ്റുന്ന അറിയാനുള്ള ആകാംക്ഷ എനിക്കും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് തെക്ക് ദർശനം ആയത് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. തെക്ക് ദർശനം കുഴപ്പമാണ്, ഇവിടെ മൊത്തത്തിൽ കുഴപ്പമാണ്. അത് ഇവിടെ ഇവിടുത്തെ അഗ്നികോൺ തന്നെ കറക്റ്റ് സ്ഥാനത്തല്ലേ ഇരിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. അഗ്നികോൺ ഒന്ന് ഞാൻ തന്നെ കണ്ടോ ഒരു ഞെട്ടൽ വരുവാണ്. ആ പെർഫോം ചെയ്യാൻ പറ്റിയല്ല വരുന്ന ആൾക്കാർക്ക്. ഇത് ശരിക്കും കിച്ചണിലാണ് വെക്കണ്ടേ. ഏതാ കിച്ചണിലാണ് ഈ അഗ്നികോൺ വെക്കേണ്ടത്. അല്ല, അത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കുന്ന സാധനം അല്ല. അത് സമ്മാനമൊക്കെ ഇവിടെ പൂത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ബുമ്മെന്നാക്കാൻ വേണ്ടിയുള്ള സംഭവം. അങ്ങനെയാണ് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ മാരകമായിട്ടുള്ള സംഭവങ്ങൾ പറയുന്നവർ അതിന്റെ മേളിൽ നിർത്തിയിട്ട് ഞങ്ങൾ കത്തിക്കും. അഗ്നികോൺ തെറ്റാണ്. അഗ്നികോൺ തെറ്റാ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾ ഇവിടെ അല്ലേ ഇരിക്കണം. ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ മാറണം. മൂല പോയിരിക്കണം. മൂല ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം കറക്റ്റാ. നമ്മളൊരു മൂലക്കിരുത്താനുള്ള പ്ലാനാ. ഇത് മുഴുവൻ പ്രശ്നമാണെന്ന് പറയണം. അങ്ങനെ പ്രശ്നമുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇത് ദോഷം മാറണമെങ്കിൽ എന്താ ചെയ്യാൻ? നമ്മൾ എണീറ്റ് നിന്ന് കിഴക്ക് ദർശനത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുക. കിഴക്ക് ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു തീരുമാനം കൃത്യമായിട്ടുണ്ടോ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇത് പൊളിക്കാൻ എങ്ങനെ പറഞ്ഞു? ഇത് എത്ര രൂപ മുടക്കി ചെയ്തേക്കുന്ന കാര്യങ്ങളാ. അല്ലെ, പേരെങ്ങനെയായിരുന്നു പറഞ്ഞ്? സായുജൻ. സായുജ് മാഷെ, ഇത് എന്താ അറിയാമോ, അത്രയും പൈസയൊക്കെ മുടക്കി നമ്മളിത് സെറ്റ് ചെയ്തു. അതെ, നിങ്ങളിപ്പോ വന്നിട്ട് ഇത് മാറ്റണം എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ? മാറ്റണം എന്നല്ലോ, പൊളിക്കണം എന്നല്ലേ പറയാം. മാറ്റാൻ പറ്റുമോ? ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല. പൊളിക്കാതൊരു പരിഹാരം ഉണ്ടോ? ഒരു പരിഹാരമില്ല. ഇത് പൊളിക്കണം. ഇത് പൊളിച്ചെങ്കിൽ മാത്രമേ പരിഹാരം ഉണ്ടാവുള്ളൂ. പൊളിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റിയല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊളിക്കണം. ഫുൾ ഫ്ലോർ പൊളിക്കണം, മൊത്തം പൊളിക്കണം. ഒന്നുകൂടെ ആലോചിച്ച് ഒന്നും ആലോചിക്കാനില്ല. എന്റെ സത്യമായ ശാസ്ത്രമാണ്. മനസ്സിൽ ഞാൻ വിളിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേക്കുന്നത് കണ്ടാ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും കൂടെ കിഴക്ക് ദർശനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതിയോ? ഓക്കെ, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അങ്ങോട്ട് ചേട്ടാ. ഹലോ, സത്യശീലൻ ചേട്ടാ. എന്റെ പേരെന്തായിരുന്നു? സായുജൻ. സായു സാർ, അത് അവിടെയല്ല, പടിഞ്ഞാറ്. ഇതാ പടിഞ്ഞാറാ. അത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. സാറേ, ഇത് ശാസ്ത്രമല്ല, സൂര്യൻ ഉദിക്കുന്ന നമുക്ക് കാണണല്ലേ, അതാ കിഴക്ക്. ശരിയാണല്ലോ. അപ്പൊ ഇതാ കിഴക്കല്ലേ? അയ്യോ, ആരോടും പറയല്ലേ കേട്ടോ. എന്റെ പ്രശ്നം എന്താ? ഇതാ കിഴക്കൊന്നും പറഞ്ഞോണ്ടേ നമ്മുടെ DYSP സണ്ണി സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് പൊളിക്കാൻ വേണ്ടി JCB ഇങ്ങനെ വന്ന് നിൽക്കുക. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവർ പൊളിക്കും, മൊത്തം കയ്യിൽ നിന്ന് പോകും. പൊക്കോട്ടെ. അല്ല, അപ്പൊ ഞങ്ങള് ഇത് പൊളിക്കാൻ വേണ്ട. അയ്യോ കണ്ടോ?